ഹായ് ഫ്രണ്ട്സ്, ഫറോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ എത്ര pH ആയിരിക്കണമെന്നും pH എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ നിയന്ത്രിക്കാമെന്നും വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയിൽ മീൻ വളർത്താൻ സ്ഥലമില്ലാത്തവർക്ക് അവരുടെ വീട് ചെറുതായാലും വലുതായാലും ടെറസ് വീടാണെങ്കിൽ അതിലെങ്ങനെ ഒരു മീൻകുളം നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ്. വളരെ എളുപ്പത്തിൽ ടെറസിൽ ഞാൻ നിർമ്മിച്ച പടുതാകുളം എങ്ങനെയാണെന്ന് കാണാം. ആദ്യമായി തന്നെ ടെറസിൻ്റെ മുകളിൽ ഒരു കോർണറിൽ രണ്ട് സൈഡും പാരപ്പറ്റിൻ്റെ വാൾസ് ഉള്ളതുകൊണ്ട് മറ്റ് രണ്ട് സൈഡിലും കട്ട കെട്ടിയിട്ട് 12x8 ഒരു കുളം പണിയാൻ തീരുമാനിച്ചു. അതിനായി ആദ്യമായി കുറച്ച് കട്ടയും സിമൻറ്റും ഇറക്കി. അങ്ങനെ പണി ആരംഭിച്ചു. എൻ്റെ അയൽപ്പക്കക്കാരായ സുഭാഷും ഓമനയും സഹായത്തിന് വരാമെന്ന് ഏറ്റിരുന്നു. അവരാണ് പണി ചെയ്തു തന്നത്. എനിക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ സഹായത്തിന് വിളിച്ചത്. അറിയാവുന്നവർക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 12x8 സൈസിലുള്ള ഒരു ടാങ്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി അതിനകം നന്നായി വൃത്തിയാക്കി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ചാക്കുകളോ തുണികളോ ഉപയോഗിച്ച് ടാങ്കിൻ്റെ അടിവശം ഒരു ബെഡ് പോലെ വിരിച്ചു കൊടുക്കണം. എന്തെന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടർപ്പാളിൻ്റെ അടിയിൽ കല്ലോ മുള്ളോ എന്തെങ്കിലും പെട്ടുപോയാൽ അത് ടർപ്പാളിന് ഡാമേജ് വരുന്നതിനും കുത്തുന്നതിനും ഇടവരുത്തുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ടർപ്പാൾ വിരിച്ചു കൊടുക്കാം. ടർപ്പാൾ 200 GSM കട്ടിയുള്ള ടർപ്പാളാണ് ഞാൻ വാങ്ങിയത്. മിനിമം 200 വേണമെന്നാണ് പറയുന്നത്. ടർപ്പാൾ വാങ്ങുമ്പോൾ ടാങ്കിൻ്റെ സൈസിലുള്ളത് വാങ്ങാൻ ശ്രമിക്കണം. ഞാൻ വാങ്ങിയത് അല്പം വലുതായി പോയി. അതുകൊണ്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. കൃത്യമായി വാങ്ങുകയാണെങ്കിൽ അത് അത്രയും എളുപ്പമായിരിക്കും. ടർപ്പാൾ വിരിച്ചതിന് ശേഷം അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 സൈഡിലും സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ടർപ്പാൾ വിരിച്ചു കഴിഞ്ഞു. ഇനി 4 സൈഡിലും വല കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണി പൂർത്തിയായി. ടാങ്കിൽ വെള്ളം നിറച്ചു കഴിഞ്ഞു. ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷം 1-2 ദിവസം ടർപ്പാളിലെ അഴുക്കും അതുപോലെ തന്നെ ടർപ്പാളിൻ്റെ ഒരു വഴുവഴുപ്പും എല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടി 2 ദിവസം അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം വെള്ളം മുഴുവൻ മാറ്റി പുതിയ വെള്ളം നിറച്ചതിന് ശേഷം ആ വെള്ളത്തിലെ pH എത്രയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നും കൂടിയാലും കുറഞ്ഞാലും എങ്ങനെ നിയന്ത്രിക്കണമെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ കുളം തയ്യാറായി. ഇനി മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോകാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പട്ടിക്കാടിനടുത്തുള്ള മേക്കര ഫാമിലേക്കാണ് മീൻ വാങ്ങാൻ പോയത്. മീൻ എല്ലാവരും ഫാമിലി അടക്കം അവിടെ ചെന്നു. ഇതാണ് അവരുടെ മീൻ വളർത്തുന്ന ടാങ്കുകൾ. അവിടെ പലതരം മീനുകളെ വളർത്തുന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ 200 നട്ടർ കുഞ്ഞുങ്ങളെ വാങ്ങാൻ തീരുമാനിച്ചു. ഒന്നിന് 5.50 വെച്ചാണ് അവർ തന്നത്. നട്ടർ കുഞ്ഞുങ്ങളെയും വാങ്ങി
ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ മീൻ വാങ്ങി. ഒരു 200 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വിസ്തീർണം, ടോട്ടൽ ഏരിയ. അതനുസരിച്ച് 200 നട്ടറാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് വെള്ളത്തിലേക്ക് മീൻ നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായി പൊരുത്തപ്പെടാൻ വേണ്ടി കുറച്ച് സമയം അതിനെ വെച്ചുകൊണ്ട് വെക്കണം. പതിയെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.